ഹലോ. നാഷണൽ ഹൈവേ 66 വളരെ വേഗത്തിൽ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് വളരെ വേഗത്തിൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. കോളപ്പുറം മുതൽ കോട്ടക്കൽ വരെയുള്ള ഭാഗത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ എവിടേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അതോടൊപ്പം തന്നെ സന്തോഷ് ജോർജ് കുളങ്ങര സാറ് പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ ഒന്ന് നോക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മലപ്പുറം ജില്ലയിൽ 10 വർഷം മുമ്പ് തൃശ്ശൂർ കഴിഞ്ഞ് കാലിക്കറ്റ് വരെ പോകുമ്പോൾ അതിനിടയിൽ വലിയ രീതിയിലുള്ള ബോർഡുകൾ, ഈ ചുങ്കപ്പാത ഈ ഭാഗത്ത് വരണ്ട എന്ന് പറയുന്ന രീതിയിലുള്ള ബോർഡുകൾ കാണുകയുണ്ടായി. അതുകൊണ്ട് 10 വർഷം നമ്മൾ പുറകോട്ട് പോയി. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടാണ് 10 വർഷം കഴിഞ്ഞ് ഇപ്പോൾ ചുങ്കപ്പാത വരാൻ ഇവർ സമ്മതിക്കുന്നത്, ഇപ്പോൾ എന്തുകൊണ്ട് പ്രതിഷേധങ്ങളില്ല എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് നമ്മൾ കേൾക്കാനിടയായി. എന്തായാലും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ വോയിസ് ഒന്ന് നമുക്ക് കേൾക്കാം. കേരളത്തിന്റെ വികസനത്തെ ആരാണ് തടസ്സം നിൽക്കുന്നത്? രാഷ്ട്രീയക്കാരല്ല, കേരളം തന്നെയാണ്. ഒരു 10 വർഷം മുമ്പ് തൃശ്ശൂർ കഴിഞ്ഞ് നമ്മൾ മലപ്പുറം ജില്ലയിൽ കയറി കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്യുമ്പോൾ എല്ലാ വീടിൻ്റെയും ഗേറ്റിൽ ഒരു ബോർഡ് തൂങ്ങുമായിരുന്നു. 6 വരിപ്പാതയ്ക്ക് സ്ഥലമളക്കാൻ ഈ പറമ്പിലാരും കാല് കുത്തണ്ട, കാല് തല്ലി ഒടിച്ചിരിക്കും, ചുങ്കപ്പാത ഈ നാട്ടിൽ വേണ്ടേ വേണ്ട, എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു. അതേ വഴിയിലൂടെ ഇപ്പോൾ 6 വരി സാധനം ഇങ്ങനത്തെ ഉഴുതു മറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ശബ്ദവും കേൾക്കുന്നില്ലല്ലോ. മലയാളിയുടെ ആത്മവിശ്വാസമൊക്കെ ആവിയായിപ്പോയോ? പ്രതിരോധ ശേഷിയൊക്കെ നഷ്ടപ്പെട്ടോ? അന്ന് വേണ്ടാന്ന് പറഞ്ഞ റോഡ് 10 വർഷം കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ വേണമെന്നായത് ഈ ഇരട്ടത്തപ്പ് മാറ്റം. വേണ്ടെന്നുണ്ടെങ്കിൽ ഇന്നും പറ, വേണ്ട എനിക്ക് ഹൈവേ വേണ്ട, 6 വരി പാത വേണ്ട, ഈ നാട്ടിൽ കൂടെ വേണ്ട. ഇവിടെയാണ് പ്രശ്നം. നമ്മൾ അന്ന് എതിർത്ത് 10 കൊല്ലം വൈകിപ്പിച്ചു. കേരളത്തിലെല്ലാം നടക്കും, അതിൻ്റെ കാലം കഴിഞ്ഞിട്ട് നടക്കുന്നതാണ് നമ്മുടെ പ്രശ്നം. ആരാണ് തടസ്സം നിൽക്കുന്നത്? നമ്മൾ തന്നെയാണ്. നമുക്കിതിനെക്കുറിച്ച് ഒരു ധാരണയില്ല, അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും ഒന്ന് ഇളക്കി തരും, നമ്മൾ അതുകൊണ്ട് നടക്കും. അപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര സാറ് പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയാണ്. കാര്യമായിട്ടും അന്ന് 10 വർഷം മുമ്പ് അല്ലെങ്കിൽ 15 വർഷം മുമ്പ് വന്ന പദ്ധതി നടപ്പാകാതിരിക്കാനുള്ള മെയിൻ കാരണങ്ങൾ 3 കാരണങ്ങളാണ് മെയിനായിട്ടും എനിക്ക് തോന്നുന്നത്. അതിലൊന്നാമത്തത് ആവശ്യകത എന്നുള്ളതാണ്. അതായത് 10 വർഷം അല്ലെങ്കിൽ 15 വർഷം മുമ്പ് നമുക്കുണ്ടായിരുന്ന വാഹനങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് കുറവായിരുന്നു. അതായത് ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരു 4 ഇരട്ടി അല്ലെങ്കിൽ 5 ഇരട്ടി അല്ലെങ്കിൽ 6 ഇരട്ടി വാഹനങ്ങൾ ഇന്ന് നിരത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ NH66 പ്രത്യേകിച്ച് അന്ന് കുറച്ച് വീതിയൊക്കെയുള്ള ഭാഗങ്ങളായതുകൊണ്ട് തന്നെ ഇവിടുന്ന് NH66 യാത്ര ചെയ്യുന്നവർക്ക് അത്രയും വലിയ രീതിയിലുള്ള ബ്ലോക്കുകൾ എപ്പോഴും ഫീൽ ചെയ്തോളണമെന്നില്ല. വളരെ കുറഞ്ഞ ആളുകൾക്ക് ഫീൽ ചെയ്യും, പക്ഷേ ഭൂരിപക്ഷമുള്ള ആളുകൾക്കും അത് അത്രയും വലിയൊരു ബുദ്ധിമുട്ടായി തോന്നുന്നില്ല. ഒന്നാമത്തത് കാരണം അതിന് മാത്രം വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒരു 15 വർഷം മുമ്പത്തെ സംഭവമാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇന്നങ്ങനല്ല. 15 വർഷം മുമ്പത്തെ വാഹനങ്ങളും ഇന്നും തമ്മിൽ ഒരു 8-10 ഇരട്ടി വാഹനങ്ങൾ ഇന്ന് റോഡിൽ അതിക്രമിച്ചിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്. അപ്പം അത് തമ്മിലുള്ളൊരു വ്യത്യാസം ഒന്നാമത്തതുണ്ട്. അതായത് ആവശ്യകത, ജനങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യകത മനസ്സിലാവണം എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. പിന്നെ പ്രത്യേകിച്ച് ഒരുപാട് ലോങ്ങിലേക്ക് ജനങ്ങൾ കണ്ടുകൊള്ളണമെന്നില്ല. അപ്പോൾ അതൊരു സംഭവമാണ്. പിന്നെ രണ്ടാമത്തെന്ന് പറയുന്നത് വലിയ ഇമ്പോർട്ടൻ്റ്, ഇത് വിശദീകരിക്കാനും ഇത് വളരെ രീതിയിൽ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും ഡാറ്റ കൊടുക്കാനും അന്നത്തെ സർക്കാർ വളരെ പരാജയപ്പെട്ടിരുന്നു. ഈ സംഭവം ഈ ഒരു NH66 ഒരു പദ്ധതി കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ എക്സ്പ്രസ് ഹൈവേ എന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത് കാര്യമായിട്ടും. അപ്പോൾ അതിനെ പറ്റിയുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു ഡാറ്റ അന്നത്തെ സർക്കാരിന് കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളത് വലിയൊരു ഒരു പോയിൻ്റാണ്, കുറവായിരുന്നു. കാരണം അണ്ടർ പാസുകൾ വരുമ്പോഴും ഓവർ പാസുകൾ വരുമ്പോഴും ജനങ്ങൾക്ക് വലിയ രീതിയിൽ വളരെ ദൂരത്തേക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ മറവുകളാണ് വരുന്നത് എന്നുള്ള രീതിയിലുള്ള വൻ പ്രചാരണങ്ങളായിരുന്നു അന്നുണ്ടായിരുന്നത്. പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള ഒരു ധാരണ സർക്കാരിന് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസുകൾ സർക്കാരിന് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരുപാട് സാധാരണക്കാർ ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അണ്ടർ പാസുകൾ വരുമ്പോഴും ഓവർ പാസുകൾ വരുമ്പോഴും അതുപോലെ തന്നെ മറ്റു ടോൾ പ്ലാസകളും കാര്യങ്ങളും ഒക്കെ വലിയ ചർച്ചയായിട്ടുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോൾ അതൊരു വലിയ സംഭവമാണ്. അന്ന് സർക്കാരിന് കൃത്യമായിട്ട് ജനങ്ങൾക്ക് എങ്ങനെയാണ് ഈ NH ഹൈവേ എക്സ്പ്രസ് ഹൈവേ കടന്നു പോകുന്നത്, ജനങ്ങൾക്ക് എത്രത്തോളം ബാധിക്കും, ഒരു വലിയ രീതിയിൽ ബാധിക്കില്ല എന്നുള്ളത് വളരെ ക്ലിയറായിട്ട് ജനങ്ങൾക്ക് തുറന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റാത്തതിലുള്ള ഒരു വിഷയം, അത് ഒരു കുറവ് തന്നെ ആയിരുന്നു. പിന്നെ മൂന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് നഷ്ടപരിഹാര തുകയാണ്. അത് വലിയൊരു സംഭവം തന്നെയാണ്. നഷ്ടപരിഹാര തുക എന്ന് പറയുമ്പോൾ അത് കേരളത്തിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ പല സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാര
നഷ്ടപരിഹാര തുക കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലങ്ങൾ സർക്കാർ ഓഫീസുകളിൽ നടന്ന് പോവേണ്ട ഒരു സംഭവങ്ങൾ, ഒരു അവസ്ഥയായിരുന്നു നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നത്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല നഷ്ടപരിഹാര തുക ഒരു വലിയ രീതിയിലുള്ള തുകയും കിട്ടാറില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് നമുക്ക് അനുഭവങ്ങളുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായും ജനങ്ങൾ ഒരു വലിയൊരു പദ്ധതി വരുമ്പോൾ ആദ്യം എതിർക്കുക എന്നുള്ളത് തന്നെ ഉണ്ടാവുള്ളൂ. അതിൽ യാതൊരുവിധ സംശയങ്ങളുമില്ല. കാരണം ഓരോരുത്തർക്കും അവരുടെ വീടുകൾ പോകുമ്പോൾ അവർക്ക് പകരം എന്നാണ് അവർ തിരിച്ചു വരാൻ പറ്റുക, അല്ലെങ്കിൽ പകരം അവർക്ക് എന്ത് കിട്ടും എന്നുള്ളത് വലിയ ക്വസ്റ്റ്യൻ ചിഹ്നം തന്നെയാണ്. അതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരങ്ങൾ വേണം. നഷ്ടപരിഹാര തുക എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ ഒറ്റപ്പാലം ഭാഗത്ത് വരുന്ന ഒരു റോഡ്, അതുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും കേട്ട ന്യൂസാണ്. 17 വർഷത്തോളം ഒരു കംപ്ലൈൻറ്റും വരാതെ കിടന്ന ഒരു റോഡ്, അതിൻ്റെ ഓണർ, അത് നിർമ്മിച്ച ആ കമ്പനിയുടെ ഓണർ അദ്ദേഹം ക്യാഷ് കിട്ടാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് നമുക്കറിയാൻ പറ്റിയത്. അതുകൊണ്ട് അതൊരു വലിയ സംഭവം തന്നെയാണ്. അതാണ് കേരളത്തിൻ്റെ പല വിഷയങ്ങളും വരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്. കാരണം കേരളത്തിൽ 4-5 വർഷം മാത്രം നിലകൊള്ളുന്ന റോഡുകളാണ് കേരളത്തിൻ്റെ സാധാരണ രീതിയിൽ വരുന്നത്. അപ്പം അന്നത്തെ നിർമ്മിച്ച 17 വർഷത്തോളം ഇന്ന് ആ റോഡ് ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ വന്നു. എന്നിട്ടും ആ നിർമ്മിച്ച നിർമ്മാതാവ് അദ്ദേഹം ക്യാഷ് കിട്ടാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ കേരളത്തിലൊരു നഷ്ടപരിഹാരം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ സർക്കാരിൽ നിന്നൊരു ക്യാഷ് കിട്ടണമെന്നുണ്ടെങ്കിലുള്ള ഒരുപാട് നടപടിക്രമങ്ങൾ, ഒരു സാവധാനം എന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ജനങ്ങൾ ഒരു പുതിയ പദ്ധതി വരുമ്പോൾ ആദ്യം എതിർക്കുക എന്നുള്ളത് തന്നെയാണ്, വരരുത് എന്നുള്ളത് തന്നെയാണ്. വന്നാൽ ഇവർക്ക് പോകുന്നത് പോവും. ഈ പോകുന്ന ആളുകൾക്ക് അത് തിരിച്ചു കിട്ടാൻ വേണ്ടി ഒരുപാട് കാലങ്ങൾ എടുക്കുന്നുള്ളതുകൊണ്ടാണ് ഇവർ എതിർക്കുന്നത്. അല്ലാതെ ഇങ്ങനൊരു പദ്ധതി വരരുത് എന്നുള്ളതിൻ്റെ ലക്ഷ്യമല്ല. കാര്യമായിട്ടും ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ് ശക്തമായി ആദ്യമായിട്ട് തന്നെ എതിർക്കുന്നത്. അതിപ്പോൾ എൻ്റെ വീട് പോകുമ്പോഴും സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വീടിൻ്റെ മുകളിലൂടെയാണ് ഈ ഹൈവേ കടന്നു പോകുന്നുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മളും ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ എതിർക്കാനുണ്ടാവും. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇപ്പോൾ ഒരു 3 വർഷം മുമ്പ് നാഷണൽ ഹൈവേ 66മായി ബന്ധപ്പെട്ട് എത്ര സ്ഥലങ്ങളിൽ ശക്തമായ സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് മലപ്പുറം ജില്ലയിൽ മാത്രമൊന്നുമല്ല. അദ്ദേഹം പറയുന്നത് കാര്യമായിട്ട് മലപ്പുറം ജില്ലയിൽ തൃശ്ശൂർ കഴിഞ്ഞ് കാലിക്കോട്ട് വരെയുള്ള ഭാഗങ്ങൾ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലാണ് പറയുന്നത്. പക്ഷേ കേരളത്തിൻ്റെ പല സ്ഥലത്തും വലിയ രീതിയിലുള്ള സമരങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ സമയത്ത് കണ്ണൂർ ജില്ലയിലെ നമ്മുടെ വയൽക്കിളികളൊക്കെ സമരം ചെയ്ത സ്ഥലം നമ്മളെല്ലാവരും ശ്രദ്ധയിൽപ്പെട്ടതാണ്. അത് പ്രത്യേകിച്ച് അന്ന് വയലിലൂടെ കടന്നു പോകുന്ന ഹൈവേയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ്. വയലിലൂടെ കടന്നു പോകുമ്പോൾ വയൽ നശിക്കും എന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നം. അവർ അന്ന് ഉയർത്തിക്കാട്ടുന്നത്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കൊടുക്കാൻ സർക്കാരിന് കഴിയണം. അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. പിന്നീട് അത് അവസാനം ഒത്തുതീർപ്പാവുന്നത് വലിയ രീതിയിലുള്ള നഷ്ടപരിഹാരങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് അവിടുത്തെ ജനങ്ങളെ കൃത്യമായിട്ട് വിളിച്ച് സംസാരിച്ച് അങ്ങനെയൊക്കെ അതിനുശേഷമാണ് പിന്നീട് ആ ഒരു പദ്ധതി അവിടെ നടപ്പാകുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ വിഷയമാണ് നഷ്ടപരിഹാര തുക കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു NH66 നിലവിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് പല സ്ഥലത്തും സർക്കാർ സ്ഥലം ഏറ്റെടുത്ത സ്ഥലത്ത് കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം ആദ്യം തന്നെ ക്ലിയർ ആയിട്ട് കൊടുത്തു എന്നുള്ളതുകൊണ്ട് അത് പിന്നീട് അറിയുന്ന ആളുകൾക്കും ഈ സ്ഥലം വിട്ടു കൊടുക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഹിസ്റ്ററിയുടെ വലിയൊരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ഒരുപാട് പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് ഈ 3 സംഭവങ്ങൾ കാര്യമായിട്ടും ആവശ്യകത എന്ന് പറയുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ജനങ്ങൾക്ക് ക്ലിയർ ആയിട്ട് 15 വർഷം മുമ്പ് ഈ ഒരു ഹൈവേ വരുമ്പോൾ ജനങ്ങൾക്ക് എന്തൊക്കെ മെച്ചങ്ങളുണ്ടാവും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളും എവിടെയൊക്കെ ടോൾ ബൂത്തുകളും എങ്ങനെയൊക്കെ ജനങ്ങൾക്ക് അത് എഫക്റ്റ് ചെയ്യും എന്നുള്ളത് ക്ലിയറായിട്ട് സർക്കാരിന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുള്ളത് വലിയൊരു രണ്ടാമത്തെ കാര്യം. അതിലപ്പുറം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറയുന്നത് നഷ്ടപരിഹാര തുകയാണ്. കേരളത്തിൻ്റെ ഹിസ്റ്ററിയിൽ പലപ്പോഴും നഷ്ടപരിഹാര തുക കിട്ടാതെ വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്ന ഒരുപാട് ആളുകളുടെ ഹിസ്റ്ററികൾ പലരും കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു സംഭവം വരുമ്പോൾ ഇനി ഇത് മാത്രമല്ല, ഇനിയിപ്പോൾ കേരളയിൽ വരെ ആണെങ്കിലും ജനങ്ങൾ ശക്തമായി എതിർക്കും. അത് നഷ്ടപരിഹാര തുക കിട്ടില്ല എന്നുള്ള തോന്നലിൻ്റെ അടിസ്ഥാനമാണ് മെയിൻ. അപ്പോൾ സർക്കാർ സ്ഥലം ഏറ്റെടുക്കുകയാണെങ്കിൽ അത് നഷ്ടപരിഹാര തുക കൊടുക്കാതെ അത് എന്നും അവിടെ നമ്മുടെ സ്ഥലം മറ്റുള്ളവരുടെ കയ്യിൽ പോകുന്ന നഷ്ടപരിഹാരം കിട്ടാതിരിക്കുമ്പോഴുള്ള സങ്കടം അതൊരു വലിയ സംഭവമാണ്.
അപ്പോൾ അത് തന്നെയാണ് വലിയൊരു വിഷയം. അപ്പോൾ നഷ്ടപരിഹാര തുക, അതുപോലെ തന്നെ വിശദീകരണത്തിൻ്റെ കുറവ്, പിന്നെ ആവശ്യകത, ഇങ്ങനെ 3 സംഭവങ്ങളും ഒരുമിച്ച് ചേർന്ന് അതിൻ്റെ 3ൻ്റെയും കുറവുകളുടെ കാര്യം കൊണ്ടാണ് ഈ ഒരു 10 വർഷം മുമ്പ് അല്ലെങ്കിൽ 15 വർഷം മുമ്പ് ഇത്തരം ഒരു പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ അത് വളരെ പുറകോട്ട് പോയതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അങ്ങനെ ആവാൻ തന്നെയാണ് സാധ്യത കാണുന്നത്. പിന്നെ പറയുന്ന പോലെ മറ്റൊരുപാട് ഈ ചുങ്കപ്പാത വരരുത് അല്ലെങ്കിൽ നല്ലൊരു ഹൈവേ പാത വരരുതെന്ന് എന്തായാലും ആർക്കും ഉണ്ടാവാൻ സാധ്യതകളില്ല. അങ്ങനെ ഒരു ചിന്ത ഒരാൾക്ക് ഉണ്ടാവാൻ്റെ ആവശ്യമില്ല. പക്ഷെ അദ്ദേഹത്തിന് അത് ബുദ്ധിമുട്ടാവുമോ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രതിഷേധത്തിൻ്റെ മെയിൻ കാരണം എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇന്നെന്തായാലും നമ്മൾ കാര്യമായിട്ടും ഈ കുളപ്പുറം മുതൽ കോട്ടക്കൽ വരെയുള്ള ഭാഗങ്ങളുടെ അപ്ഡേഷനാണ് നോക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു വോയിസ് കേട്ടപ്പോൾ അത് അദ്ദേഹം കുറേ മുന്നേ പറഞ്ഞതാണ്, പക്ഷേ ഇപ്പോഴാണത് കാര്യമായിട്ട് നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു എന്നുള്ളൂ. അപ്പോൾ എന്തായാലും പിന്നെ കുളപ്പുറം മുതൽ കോട്ടക്കൽ ബൈപ്പാസും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കുളപ്പുറം മുതൽ കോട്ടക്കൽ വരെയുള്ള എല്ലാ ഭാഗങ്ങളും കാണിച്ചിട്ടുണ്ട്. ഓരോ സ്ഥലങ്ങളിലും എവിടെയാണ് അണ്ടർപാസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ നാഷണൽ ഹൈവേ 66 എന്ന് പറയുന്നത് തമിഴ്നാട്ടിൻ്റെ കന്യാകുമാരി മുതൽ മഹാരാഷ്ട്രയിലെ മുംബൈക്കടുത്തുള്ള പാൻവേൽ വരെ നീണ്ടു കിടക്കുന്ന 1640 കിലോമീറ്റർ ദൂരത്തിലുള്ള വലിയൊരു ഹൈവേ പദ്ധതിയാണ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അറിയപ്പെട്ട, ദൂരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ദൂരമുള്ള 10 വലിയ ഹൈവേകളിൽപ്പെട്ട ഒരു ഹൈവേയാണ് NH66 എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ 5 സംസ്ഥാനങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ഹൈവേ ആണ്. കേരളത്തിലൂടെയാണ് ഈ NH66 ഏറ്റവും കൂടുതൽ കടന്നു പോകുന്നത് ഉള്ളതുകൊണ്ട് തന്നെ കേരളത്തിന് ഈ ഒരു ഹൈവേ കൊണ്ട് വലിയൊരു ഇമ്പോർട്ടൻ്റ് തന്നെ ആയിരിക്കും. ഒരുപാട് ടൗണുകളെ കണക്ട് ചെയ്തുകൊണ്ട് പോകുന്നത് കൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഭാവിയിൽ മെഡിക്കൽ മേഖലയിലും അതുപോലെ തന്നെ ബിസിനസ് മേഖലയിലും പിന്നെ സ്പോർട്സ് മേഖലകളിലുമൊക്കെ വലിയ കുതിച്ചുചാട്ടം തന്നെ ആയിരിക്കും കേരളത്തിന് വരാൻ പോകുന്നത്. എന്തായാലും നമ്മൾ നാഷണൽ ഹൈവേ 66ൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ നാഷണൽ ഹൈവേ 66ൻ്റെ ഓരോ ഭാഗങ്ങളും പാർട്ട് ബൈ പാർട്ടായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓരോ ഭാഗങ്ങളും എപ്പിസോഡ് ബൈ എപ്പിസോഡായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നാഷണൽ ഹൈവേ 66ൻ്റെ കൂടുതൽ വിവരങ്ങളും കാഴ്ചകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.